ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പാറയിൽ ഫസലുവിന്റെ മിഴി സ്പെഷ്യൽ പതിപ്പ് പ്രകാശനം ചെയ്തു. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ പാറയിൽ ഫസലു പുറത്തിറക്കുന്ന മിഴി ക്രിസ്തുമസ് ന്യൂ ഇയർ റിപ്പബ്ലിക് ദിന സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം നടന്നു. തിരൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി പുസ്തകം പ്രകാശനം ചെയ്തു. കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, അഷ്റഫ് കലാശാല എന്നിവർ പ്രകാശന ചടങ്ങിൽ ആദ്യ പ്രതികൾ ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയാണ് ഞാൻ വൈസ് ചെയർപേഴ്സണായിട്ട് ചുമതലയേറ്റത്. അതിനുശേഷമുള്ള ആദ്യത്തെ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഫസലുക്കാരുടെ 34ാമത് പ്രസിദ്ധീകരണത്തിന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. സീനിയർ പത്രപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻവർ സാദത്ത് ചോമയിൽ സ്വാഗതം ആശംസിച്ചു. ഇന്ന് പ്രകാശനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇന്നലെ രാത്രി. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആളുകളൊന്നും വിളിച്ചിട്ട് എത്തിയിട്ടില്ല. ഇനി ഒരുപാട് ആളുകൾ എടുക്കേണ്ടത് പ്രകാശനത്തിന്റെ കർമ്മം. സീനിയർ പത്രപ്രവർത്തകനും നാടക കൃത്തുമായ ശ്രീ പുത്തൻ വീട്ടിൽ ബഷീർ സാഹിബ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ കർത്താവും കൂടിയായ ശ്രീ പാറയിൽ ഫസലു വിവിധ കാലിക പ്രസക്തമായ വിഷയങ്ങളും സർഗാത്മക രചനകളും കോർത്തിണക്കിയാണ് മിഴിയുടെ ഈ പ്രത്യേക പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. KPO റഹ്മത്തുള്ള, KK റസാഖ് ഹാജി, VK റഷീദ്, അലി, രാജേഷ് തവനൂർ, പാറയിൽ ഫസലു, വാഹിദ്, തർമൽ സിദ്ദീഖ് ഹാജി എന്നിവർ സംസാരിച്ചു. നമ്മളൊക്കെ അത്ഭുതപ്പെടുകയാണ്. ഞാനൊക്കെ ഒരുപാട് ഓർഗനൈസേഷനൊക്കെ ഉള്ള ആളാണെങ്കിലും ഒരു പ്രസിദ്ധീകരണം ഇറക്കാന്നുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം വിഷമമാണ്. പക്ഷേ ഫസലുഖാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസമാണ്. കാരണം ഒരു സാധാരണ ഒരു നോട്ടീസ് ഇറക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇറക്കുന്നത്. 34ാമത്തെ പ്രസിദ്ധീകരണം. പ്രഗത്ഭയായ ചെയർപേഴ്സൺ സഹോദരി സിന്ധു ഇന്നത്തെ പുസ്തക പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകം ഒരു 4ാമത്തെ പ്രസിദ്ധീകരണമാണ് ഇന്നിവിടെ ചെയ്തത്. കാരണം നമ്മുടെ മനസ്സിലാക്കി വിശക്കുന്ന മനുഷ്യ നിങ്ങൾ പുസ്തകം കയ്യിലെടുക്കൂ എന്നാണ് പഴയ കാലത്ത് വിപ്ലവകാരികൾ പറഞ്ഞത്. അതുപോലെ വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് അവതരിച്ചത് ഇഖ്റ, നീ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന്. എല്ലാവരുടെ പേരും എനിക്ക് അങ്ങനെ എല്ലാം അറിയില്ല. ഫസലുവിൻ്റെ പേരും പിന്നെ ഇവരുടെ പേരും ഒക്കെ അറിയുള്ളൂ. എങ്കിലും നമ്മുടെ ഈ നാട്ടിനെ ജനങ്ങൾ അറിയിക്കുകയാണ്. ഫസലുവിൻ്റെ ഈ 34ാമത് പാറയിൽ ഫസലുവിൻ്റെ 34ാമത്തെ ഈ സംരംഭം ഞങ്ങൾ മറ്റൊരു പ്രവർത്തനമായ നാടക സമിതിയുടെ മീറ്റിംഗ് നമ്മൾ ഫസലു സാഹിബിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ചും രചനകളെ കുറിച്ചും ഇവിടെ ഒരുപാട് ആളുകൾ പ്രതിപാദിച്ചു. വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹവുമായി എനിക്ക് ബന്ധമുണ്ട്. അവിടെ ജാതി മത വർഗ വർണ്ണ വിവേചന ചിന്തകളില്ലാതെ ഈ പ്രവർത്തനം അനസൂരം തുടർന്നു പോരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളാണ്. ഏകദേശം 5, 6, 7 എഡിഷൻ ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാൻ സാധാരണ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാവങ്ങളും ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇറക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. അക്ഷരഭൂമിയായ അക്ഷര നഗരിയായ തിരൂരിലെ എല്ലാ സുഹൃത്തുക്കളും പുറത്തുള്ളവരും മലപ്പുറം ജില്ലയിലകത്തും പുറത്തും മറ്റുള്ള എല്ലാവരും കൂടി സാഹിത്യരംഗത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കടപ്പെട്ടിരിക്കുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വായനക്കാർക്കായി വൈവിധ്യമാർന്ന ഉള്ളടക്കമാണ് പുതിയ പതിപ്പിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.
നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.